റീസെന്റ് റേച്ചൽ മക്കാഡംസ് നായികയായി അഭിനയിക്കുന്ന ഒരു സിനിമ കണ്ടു. സെന്റ് ഹെൽപ്പ് എന്നാണ് സിനിമയുടെ പേര്. ഈ വർഷം തന്നെ റിലീസായതാണ്. ഈ സിനിമ എനിക്ക് കാണണമെന്ന് തോന്നാനുണ്ടായ കാരണം ഇതിന്റെ ഡയറക്ടറാണ് സാം റൈമി. പുള്ളിയുടെ ഇതൊരു ഹൊറർ സർവൈവൽ മൂവിയാണ്, എങ്കിലും ഒരു ഹൊറർ എലമെന്റ് വരുന്നുണ്ട്. പുള്ളിയുടെ പണ്ട് തൊട്ടുള്ള ഹൊറർ മൂവീസ് കണ്ടുവരുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതാണ് എനിക്ക് ഈ സിനിമ കാണണമെന്ന് തോന്നിയത്. സിനിമയില് മെയിൻ 2 കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് റേച്ചൽ മക്കാഡംസ്, പിന്നെ ഡിലൻ ഓബ്രയൻ അഭിനയിക്കുന്ന ക്യാരക്ടർ. ഈ സിനിമ ഒരു സർവൈവൽ ത്രില്ലർ ആണ്. കൊളീഗ്സ് ആണ് ഇതിലെ നായകനും. ഇവരൊരു ഓഫീസ് ട്രിപ്പ് പോകുന്ന വഴിയിൽ ഇവരുടെ പ്ലെയിൻ ക്രാഷായി ഒരു അബാൻഡൻഡ് ഐലൻഡിൽ പെടുന്നതാണ് സിനിമയുടെ പ്ലോട്ടൊക്കെ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ്. ഇത് എന്ത് വ്യത്യസ്തമാക്കുന്നു എന്ന് കരുതിയ സാം റൈമിയുടെ ഡയറക്ഷൻ തന്നെയാണ്. പുള്ളിയുടെ പഴയ ഒരു സെറ്റപ്പ് തന്നെയാണ് പിടിച്ചേക്കുന്നത്. പക്ഷെ എങ്കിലും എനിക്ക് ആ ഒരു പരിപാടി, പുള്ളിയുടെ എഡിറ്റിംഗ് ആയാലും പഴയ ടൈപ്പ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്, പക്ഷെ എങ്കിലും എനിക്കത് ഇഷ്ടമാണ്. പുള്ളിയുടെ ഡയറക്ഷൻ ആയാലും പുള്ളിയുടെ കുറെ സിഗ്നേച്ചർ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ഒരു പരിപാടിയൊക്കെ. സിനിമയിൽ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ 2 പേരും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. റേച്ചൽ മക്കാഡംസ് പുള്ളിക്കാരി നന്നായിട്ട് ആ റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി ചെയ്യാത്ത കൈൻഡ് ഓഫ് റോളാണ്, പക്ഷെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഡിലൻ ഓബ്രയന്റെ ക്യാരക്ടർ എടുത്താലും നന്നായിട്ട് തന്നെയുണ്ട്. ഈ മൂവി ഒരു R-rated മൂവിയാണ്. സോ അത്യാവശ്യം ഗോറി പരിപാടിയൊക്കെ ഉണ്ട്. കുറെ സ്റ്റാബിങ്ങും ബ്ലഡ് ഷെഡിങ്ങും കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ചെറിയ ഒരു ഗ്രോസ് ഫീൽ ഉണ്ടാകും. കുറെ പ്യൂക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ VFX പറയേണ്ടത് വെച്ചാൽ മൊത്തത്തിൽ നോക്കുമ്പം കുഴപ്പമൊന്നുമില്ല, പക്ഷെ എങ്കിലും ചില ഒരു ആനിമലിന്റെ ഒരു VFX ഉണ്ട്, അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. മൊത്തത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഈ സിനിമയുടെ ഡ്യൂറേഷൻ ആകപ്പാടെ 2 മണിക്കൂറേ ഉള്ളൂ. സോ ഒരു 1 ടൈം വാച്ചബിൾ ആണ് ഈ മൂവി. ഐലൻഡിൽ പെട്ടുപോകുന്നു, പിന്നെ അവിടെ നടക്കുന്ന സർവൈവൽ പരിപാടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഒരു തവണ കണ്ടുവെക്കാവുന്ന ചിത്രമാണ്. പിന്നെ സാം റൈമിയുടെ മൂവീസ് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു തവണ കണ്ടുവെക്കാവുന്ന ചിത്രമാണ് സെന്റ് ഹെൽപ്പ്.